എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ വടകരയിലെ വളരെ പ്രസിദ്ധമായ ഓസോൺ ജിമ്മിലാണുള്ളത്. നമ്മുടെ കൂടെ ഇരിക്കുന്നത് അദ്ദേഹം വടക്കൻ കേരളത്തിൽ അത്യാവശ്യം പ്രശസ്തനായിട്ടുള്ളൊരു ജിം ട്രെയിനറാണ്, വിന്നി സാർ. അപ്പോൾ നമ്മുടെ ഈ ഓസോൺ ജിം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ചില സംശയങ്ങൾ, അതായത് പ്രേക്ഷകർക്ക് സ്വാഭാവികമായിട്ട് ജിം റിലേറ്റഡ് ആയിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ സാധാരണ കേരളത്തിൻ്റെ പുറത്തുള്ള ചില സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഉദാഹരണമായിട്ടുള്ള നമ്മളെ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടക നോക്കുക. അപ്പോൾ കർണാടക ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പുരുഷന്മാരായാലും സ്ത്രീകളായാലൊക്കെ അവർക്ക് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് വ്യായാമം. ഏറ്റവും ചുരുങ്ങിയത് നടത്തമെങ്കിലും അവർക്ക് ഡെയിലി ഒരു നിശ്ചിത സമയം അവർ നടക്കും. പക്ഷേ നമ്മുടെ കേരളത്തിൽ കുറച്ചു കാലം മുമ്പ് വരെ എല്ലാ കാര്യങ്ങളും ചെയ്ത് സമയമുണ്ടെങ്കിൽ ഒന്ന് വ്യായാമം ചെയ്യുക എന്നുള്ള ചിന്താഗതി ആയിരുന്നു മുമ്പ്. പക്ഷേ ഇപ്പം വളരെ മാറ്റം വന്ന പോലെ തോന്നുന്നുണ്ട്. ഇപ്പം പുരുഷന്മാരെ പോലെ സ്ത്രീകളും ഒരു മിനിമം 40 മിനിറ്റെങ്കിലും ഒരു ദിവസം വ്യായാമത്തിന് മാറ്റിവെക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് സാറിന് എന്താ പറയാനുള്ളത്? നമ്മൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം പുറത്തുള്ള ആൾക്കാരെല്ലാം അതിൻ്റെതായ ഇതിലേക്ക് മാറിക്കഴിഞ്ഞു. പക്ഷേ ഈ കേരളത്തിലിപ്പം കുറേ ആൾക്കാർ ഇപ്പം ഒരുപാട് മാറി വരുന്നുണ്ട്. ഇപ്പം തന്നെ ഇപ്പോൾ കുറേ ലേഡീസായാലും ഈ പ്രായമുള്ള ആൾക്കാർ അവരെല്ലാം ഇപ്പം ബോഡിയിലേക്ക് കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ അതേപോലെ ജിമ്മിലിപ്പം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആദ്യമൊന്നും അങ്ങനെയുള്ള ഒരു ഇതുമില്ല, നടത്തം പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം കുറച്ച് നടക്കാനും ഒരു ഇത് വന്നിട്ടുണ്ട്. ഇപ്പം പിന്നെ വെച്ചാൽ എല്ലാവർക്കും ഓരോ കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ അങ്ങനെയുള്ള ഓരോ രോഗങ്ങളെല്ലാം വരുമ്പോഴാണ് കൂടുതലായിട്ട് ഇപ്പോൾ എല്ലാവരും ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ വെച്ചാൽ നമ്മളൊരു മണിക്കൂർ 24 മണിക്കൂറിൽ 1 മണിക്കൂർ നമ്മളെ എക്സസൈസിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ സാധാരണ ഒരു കോളേജ് സ്റ്റുഡൻസൊക്കെ ഇപ്പോൾ ജിമ്മിൽ ചേരണം എന്നൊരു ചിന്ത വരുമ്പോൾ അവർക്ക് ആദ്യം ഉണ്ടാവും ഏതെങ്കിലും സിനിമാ നടന്മാരെ ഒരു ഫിഗർ മനസ്സിൽ വിചാരിച്ച് ഇവരെ പോലെ ആവണം, മസിൽ പിരിക്കണം, 6 പാക്ക് വരണം, ആ ഒരു ചിന്തയിലാണല്ലോ കൂടുതൽ യുവാക്കൾ വരിക. അതിൽ തെറ്റില്ല. പക്ഷേ ശരിക്കും അതുപോലെ തന്നെ പ്രധാനമല്ലേ ആരോഗ്യവാന്മാരായിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ ജിമ്മിലേക്ക് വന്ന് നല്ല രീതിയിൽ വ്യായാമം ചെയ്താൽ നമ്മളെ കൊഴുപ്പും കാര്യങ്ങളൊക്കെ പോയി കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ഇരിക്കുമല്ലോ. പക്ഷേ ആ ചിന്ത പലർക്കും ഇല്ല. ഇപ്പോഴുള്ള കുട്ടികളിൽ നിന്ന് പറഞ്ഞാൽ വെച്ചാൽ ഈ കുട്ടികൾക്ക് ഇപ്പം പഴയതുപോലെ മസിൽ പിരിപ്പിക്കാനോ അങ്ങനെയുള്ളതൊന്നും അധികം ഒരു താല്പര്യമില്ലാത്തൊരു ഇതാണ്. ഇപ്പം വെച്ചാൽ എല്ലാം ബോഡി ഫിറ്റ്, അത് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ ബോഡി ഫിറ്റ്നസ് ആയിട്ട് വെച്ചാൽ നല്ലൊരു ടൈറ്റ് ബോഡി ആയിട്ട് നല്ല സ്ലിമ്മായിട്ടുള്ള ഒരു രൂപമാണ് അവർ മനസ്സിൽ കാണുന്നത്. ആ രൂപത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് അധികവും ചെറുപ്പക്കാർ, കോളേജ് പിള്ളേർ കൂടി ചിലർക്ക് നമ്മളെ ഇവിടെ ജിമ്മിൽ തന്നെ വന്നു കഴിഞ്ഞാൽ പറയും നമുക്ക് മസിലൊന്നും വേണ്ട, നമ്മളൊന്ന് ബോഡി ഒന്ന് ഫിറ്റായിട്ട് നല്ല ടീഷർട്ടിലിട്ട് നല്ലൊരു ഇതിൽ പോകണം എന്നുള്ള രൂപത്തിലാണുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ സ്വാഭാവികമായും ഒരു ജിം ട്രെയിനറോട് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്ത് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും സാറിനോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ അത് കൃത്യമായിട്ട് സാറിനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ പറഞ്ഞുതരും. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.